ഇത് റൊലാറോൻ്റെ 1/10 സ്കെയില് 4x4 മോൺസ്റ്റർ ട്രക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ ഗിയർ പൊട്ടിപ്പോയിട്ടുണ്ട്, അതേപോലെ തന്നെ മോട്ടറിൻ്റെ പെനിയൻ ഗിയറും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും മാറാൻ വേണ്ടിയാണ് നമ്മുടെ ഗാരേജിൽ സർവീസിന് എത്തിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെറ്റൽ റിയർ ഗിയർ വരുന്നത്, ഇതാണ് മോട്ടറിൻ്റെ പെനിയൻ ഗിയർ വരുന്നത്. അപ്പോൾ ഈ ഒരു റിയർ ഗിയറും പെനിയൻ ഗിയറും കസ്റ്റമർ റൊലാറോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്ത് എടുത്തിരിക്കുന്നത്. അത് കാരണം ഞാൻ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ഈ റിയർ ഗിയറിൻ്റെയും പെനിയൻ ഗിയറിൻ്റെയും. അതുകൊണ്ട് നിങ്ങളും എന്നോട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കസ്റ്റമർ ഈ രണ്ട് സ്പെയർ പാർട്സും മേടിച്ചിട്ട് വന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു വണ്ടിയിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പം നമ്മൾ ഈ റിയർ ഗിയറും പെനിയൻ ഗിയറും വണ്ടിയിലായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനൊരു സർവീസ് ചാർജ് മേടിച്ച് സംഭവം സെറ്റാക്കി വിടുകൂടാ. അപ്പം നമുക്ക് ഈ ഒരു റിയർ ഗിയറും പെനിയൻ ഗിയറും നമുക്കൊന്ന് വണ്ടിയിലായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. വണ്ടിയിൽ കിടക്കുന്ന പെനിയൻ ഗിയറിൻ്റെയും റിയർ ഗിയറിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട് ഈ കാണുന്നത്. കംപ്ലീറ്റ് തേഞ്ഞു പോയേക്കണുണ്ട്. ഈ ഒരു റിയർ ഗിയറിൻ്റെ വർക്ക് നമ്മുടെ ഡിഫ് പോലെ തന്നെ ഉണ്ട് ഈ ഒരു റിയർ ഗിയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റ് അല്ല നമ്മൾ മാറ്റുന്നത്, ഈ ഒരു റിയർ ഗിയറിൻ്റെ ഈ ഒരു സെറ്റ് മാത്രമുണ്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത്. നമ്മളപ്പോൾ ഇതിൻ്റെ റിയർ ഗിയർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാ, നമുക്ക് ഞാൻ മോട്ടറിൻ്റെ പെനിയനും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മളപ്പോൾ മോട്ടറിലായിട്ട് ഒരു പെനിയൻ ഗിയറും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പുതിയ റിയർ ഗിയറും അതേപോലെ തന്നെ പെനിയൻ ഗിയറൊക്കെ വണ്ടിയിലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വണ്ടി എങ്ങനെയുണ്ട്. സംഭവം നല്ല കിടിലനായിട്ടുണ്ട് ഇപ്പം.